സംസ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാവടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം വായിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ ന്യൂറോൺസ് എങ്ങനെയാണ് വചനാമൃതം വായിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്, 8 തരം ന്യൂറോൺസ് എങ്ങനെ വചനാമൃത വായനയിലൂടെ പ്രവർത്തനക്ഷമമാകുന്നു. അത് അങ്ങനെയുള്ളൊരു പ്രവർത്തനക്ഷമതയുണ്ടെങ്കിലേ പ്രായമാകുമ്പോൾ നമ്മൾക്ക് നിലനിന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മെപ്പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിന് ഭാരമായി അവരുടെ പരാക്കൂടെ കേട്ട് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഓർമ്മശക്തി കിട്ടാത്തതുകൊണ്ട്, നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം. ഇത് എത്ര നമ്മൾ ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. എന്നെ സംബന്ധിച്ചതില്ല എന്നുള്ളൊരു തോന്നൽ വരും. അത് 2 തരം പ്രശ്നങ്ങളാണ് ഇന്ന് പൊതുവെ വാർദ്ധക്യകാലത്ത്. ഞാനിത് ഭയപ്പെടുത്താൻ പറയുകയല്ല, ഇത് നമ്മുടെ ഈ ആധ്യാത്മികതയുടെ വേറൊരു പ്രാക്ടിക്കൽ വശം കൂടെ പറഞ്ഞതാണ്. നമ്മൾ എന്തിനാണ് ഈ സത്സംഗങ്ങൾ, ഇപ്പം ഇവിടെ തന്നെ ഇന്ന് രാവിലെ മുതൽ സ്വാമി പറഞ്ഞു, സന്തോഷ് പറഞ്ഞു, പിന്നെ രുദ്രം കേട്ടു. ഇത് ഒരു ദിവസത്തേക്കല്ല, ഇനി അടുത്ത 27-ാം തീയതി വരെയും നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. മനസ്സുകൊണ്ടെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി നിലനിൽക്കുന്നു. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും റിസർച്ച് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ സന്തോഷം പറഞ്ഞ പോലെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരുന്നു. ഇനി അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അടയ്ക്കാൻ തിരുമേനി കിണിങ്ങിണി 2 അടി അടിക്കുമ്പോൾ നമ്മൾ ഈ പ്രഭാഷണം ഓർമ്മ വരുന്നു. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇത് മുഴുവൻ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ സത്സംഗം ഗുണകരമാകുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു രോഗാവസ്ഥയാണ്. അത് നമുക്കിതുവരെ പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മളിത് മറന്നു പോകുന്നത് എന്നുള്ളത് അൽഷിമേഴ്സിൻ്റെ വേറൊരു വകഭേദം നമ്മെ 60 വയസ്സ് കഴിഞ്ഞ് പിടികൂടി കഴിഞ്ഞു. ഈ അൽഷിമേഴ്സിനുള്ള വലിയൊരു ഗതികേട് ഒരിക്കലും നമുക്കിത് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളത് നിഷേധിക്കും ആ അവസ്ഥയിൽ. ഇതാണ് ഈ അൽഷിമേഴ്സിൻ്റെ ഒരു വലിയ ലക്ഷണം എന്ന് പറയുന്നത്. അതൊക്കെ വെറുതെ, അതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അതല്ല എന്ന് 100% നമ്മളത് വിശ്വസിക്കുന്ന അവസ്ഥയുടെ പേരാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങളുടെ ശക്തി കുറയും തോറും നമ്മൾ ഒരു സൈക്യാട്രി ലെവലിലേക്ക് മാറുക. നിർബന്ധമായും അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ ഒരു അവസ്ഥ നമുക്കും ഉണ്ടല്ലോ. അതായത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മളും എത്താൻ പോകുന്ന ഒരു മൈൽ സ്റ്റോണാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ച് ഈ ഹരിനാമ കീർത്തനവും ഭഗവാന്റെ ഈ നാമങ്ങളും പിന്നെ ഭഗവാൻ പറയുന്ന ഈ ഉപദേശാമൃതങ്ങളും എല്ലാമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇതിൽ നിന്നൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടും. ഇതാണ് ശരി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു എളുപ്പമാർഗമെന്ന്. കാരണം നമ്മെ ഈ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ, നമുക്ക് സ്വയം ബുദ്ധിമുട്ടില്ലാതെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ആരോഗ്യാവസ്ഥയ്ക്ക് വലിയ തകരാറൊന്നും സംഭവിക്കാതെ, പരമാവധി ഹോസ്പിറ്റലിൽ പോകാതെ സൂക്ഷിച്ച്, അപ്പോൾ ഈ തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇതിനകത്ത് അതാണല്ലോ ഈ സത്സംഗം കൊണ്ടുള്ള. ഇപ്പോൾ സന്തോഷം ഇവിടെ പറഞ്ഞത് എനിക്കെന്ത് പ്രയോജനം കിട്ടും ഇവിടെ വന്നാൽ കിട്ടുന്നത് ഇതാണ്. നമ്മൾ സ്വയം ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക്, നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് സ്വയം നമ്മെ തന്നെ സംരക്ഷിക്കാൻ ഒരു ശക്തിയാണ് ഈ കിട്ടുന്നത്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇത് കേട്ടിട്ട് കാര്യമില്ല, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം അതേക്കുറിച്ചാണ് എനിക്കിന്ന്
പ്രധാനമായിട്ടും അതും വചനാമൃതത്തെ ബേസ് ചെയ്ത് മാത്രമാണ് ഞാനിത് പറയുന്നത്. വചനാമൃതത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. ഏതാണ്ടൊരു COVID-19, അപ്പോൾ 2019 2090 മുതൽ നമ്മളൊരു പുതിയ വാക്ക് പഠിച്ചു. നമുക്ക് അറിയാവുന്ന വാക്കായിരുന്നു, പക്ഷെ പുതിയൊരു വാക്ക് പഠിച്ചത് സോഷ്യൽ ഡിസ്റ്റൻസ് എന്നാണ്. 2019 മുമ്പ് നമ്മളോട് ഈ വാക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ലായിരുന്നു. ഇതെങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ്? അതായത് നിങ്ങളും ഞാനും നിശ്ചിത അകലം പാലിക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് നമ്മൾ അക്ഷരം പ്രതി അനുസരിച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം മറ്റൊരാളിൽ എത്താതിരിക്കാൻ നമ്മൾ നമ്മുടെ മുഖം മൂടി, മറ്റൊരാളുടെ ഇത് നമ്മളിലേക്ക് എത്താതിരിക്കാൻ നമ്മളൊരു കവചം അണിഞ്ഞു. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്തെടുത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. ബസ്സിൽ കയറുമ്പോൾ 1.5 അടി ആളുടെ സ്പേസ് വിട്ടേ ഇരിക്കാൻ പറ്റൂ. സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചതാണ്. 2017 18 ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് വിശ്വസിക്കാൻ പോലും പറ്റും, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മളത് അനുവർത്തിച്ചു, നമ്മളത് മനസ്സിലാക്കി, നമ്മളത് പഠിച്ചു. അങ്ങനെയാണ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് അനുവർത്തിച്ചു വന്നപ്പോൾ നമുക്ക് വളരെ ഈസിയായി. ഇന്നും പലരും ഈ മാസ്ക് ഊരാൻ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ അത് വേണ്ട ഇരുന്നോട്ടെ എന്ന് ഇപ്പോഴും പെർമനൻ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ഇന്നലെ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ, ഞാൻ അവിടെ നിന്ന് കണ്ടു. ആ മെഡിക്കൽ ഷോപ്പിൽ അവിടെ നിന്നപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞു, ബ്ലാക്ക് മാസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് പരിചയമുള്ള അച്ഛനാണ്. ഞാൻ ഇപ്പം എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു ബ്ലാക്ക് മാസ്കിൻ്റെ ഒരു പാക്കറ്റാണ് ചോദിച്ചത്. 50 രൂപയുള്ളൂ ഒരു പാക്കറ്റ്. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ അങ്ങേരെ എന്നോട് പറഞ്ഞ്, അതിപ്പോഴത്തെ ഫാഷനാണ് ബ്ലാക്ക് മാസ്ക്. ഞാൻ എന്ത് ഇപ്പം പെൺകുട്ടികളൊക്കെ ബ്ലാക്ക് മാസ്കാണ് ഉപയോഗിക്കുന്നത്. ഓ, അങ്ങനെ ഒരു ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് കോവിഡുമായിട്ട് ഒരു ബന്ധമില്ല ഈ സാധനത്തിന്. അങ്ങനെ ഒരു ഫാഷനുണ്ട്. ഞാൻ ഇന്നലെ ആകട്ടോ എനിക്കത് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. പക്ഷെ പെൺകുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഫാഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് നമ്മൾ ജീവിതത്തിലൊരു ഫാഷനായി മാറി. ഈ സോഷ്യൽ ഡിസ്റ്റൻസ്, ഈ കോവിഡിനെ സംബന്ധിച്ചുണ്ടായിരുന്ന നമ്മുടെ ജീവിതശൈലിയെല്ലാം ഒരു ഫാഷനായിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതൊരു ഭീതിയുടെ പുറത്തായിരുന്നെങ്കിൽ ഇന്ന് ആ ഭീതിയില്ല, ഫാഷനായിട്ട് വരാൻ, അത് രണ്ടാമത് ഫാഷനായി വരാൻ തുടങ്ങി. ഇതാണ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഇതേവരെ പഠിക്കാത്ത, മനസ്സിലാക്കാത്ത ഒരു വാക്ക് നമ്മൾ ഈസി ആയിട്ട് പഠിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചൊരു കാര്യം. പക്ഷേ ഇനി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് നമുക്ക് ആവശ്യം സോഷ്യൽ ഡിസ്റ്റൻസ് അല്ല, സ്പിരിച്വൽ ഡിസ്റ്റൻസാണ്. പ്രായമാകുന്ന സാഹചര്യത്തിൽ, പ്രായത്തിൻ്റെ ഏജ് കൂടി വരുന്ന സാഹചര്യം നോക്കി ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരും. അപ്പം എന്താണ് ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ്? ആധ്യാത്മിക അകലം എന്നാണ് അതിൻ്റെ മലയാളം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നമ്മൾ അനുവർത്തിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ് മനസ്സിലായി, കാര്യം നമ്മളത് അനുവർത്തിച്ചു. സ്പിരിച്വൽ ഡിസ്റ്റൻസ് നമ്മൾ അനുവർത്തിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. സ്വാമിമാർ ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ സ്വാമി ആകുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടലുകളുമായി മാനസികമായി എത്രത്തോളം അകൽച്ച പാലിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മളെ ബാധിക്കാത്ത വിധം. ഈ പറയുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മാനസികമായി നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളോടും സുഹൃത്തുക്കളോടും അകലുക എന്നുള്ളതല്ല അർത്ഥം. മാനസികമായി നമ്മൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതായത് നേരത്തെ നമുക്ക് നിൽക്കാനൊരു 2 വട്ടം വരച്ച പോലെ മനസ്സുകൊണ്ട് നമ്മൾ 2 വട്ടം ഉണ്ടാക്കുക. ഈ മനസ്സുകൊണ്ട് നമ്മൾ വരച്ച വട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതും മറ്റേയാൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മറ്റേയാളെ നിർത്തുന്നത്. ഈ മാനസികമായ ഒരു അകൽച്ച വെച്ചിട്ടാണ് സ്പിരിച്വൽ ഡിസ്റ്റൻസ്. അതായത് ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പ്ലാൻ ചെയ്യുന്നു. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ, ഉറങ്ങുന്നത് വരെ. ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ പരിപാലിക്കുന്നു എന്നതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ഈ അവസാന കാലഘട്ടത്തിലേക്കുള്ള നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്.
ഈ വചനാമൃതം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് ഞാൻ വചനാമൃതത്തിൽ നിന്ന് തന്നെ എടുക്കാം. നമ്മുടെ ഈ വചനാമൃതത്തിലൊരു ഭാഗത്ത് 3-ാം വോള്യത്തിൽ തുടക്കത്തിൽ, വചനാമൃതത്തിൻ്റെ 3-ാം വോള്യം തുടക്കത്തിൽ ഭഗവാൻ ഇവിടെ കൽക്കത്തയിൽ ഭക്തന്മാരെ കാണാനായിട്ട് സന്ദർശിക്കുന്നൊരവസരമുണ്ട്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ വചനാമൃതം വോള്യം 3 36-ാം ഭാഗം. വചനാമൃതം 3-ാം വോള്യത്തിൽ 36-ാം ഭാഗം. അവിടെയാണ് ഇത് ആദ്യത്തെ ഒരു ഉദാഹരണം. ഞാൻ അതിനകത്ത് ഒരുപാടുണ്ട്, ഞാൻ സെലക്ട് ചെയ്തൊരു ഉദാഹരണം, എനിക്കിഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തൊരു ഉദാഹരണം അതാണ്. ബൽറാം ബസുവിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ ചെല്ലുന്ന സന്ദർഭത്തിലാണ്. ഇപ്പോൾ ബൽറാം ബസു ക്ഷണിച്ചിട്ട് ഭഗവാൻ ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗിരീഷ് ചന്ദ്ര ഘോഷും തുടങ്ങിയ കുറേ ആളുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്ന് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ ഇരുന്ന് ഈ സത്സംഗത്തിന് വന്ന് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടക സംവിധായകനും തിയേറ്റർ ഉടമയൊക്കെയായ ഗിരീഷ് ചന്ദ്ര ഘോഷ് ആ ബൽറാം ബസുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഭഗവാനെ കാണാനായിട്ട് വന്നതാണ്. അതുപോലെ പലരും വന്നിട്ടുണ്ട്. ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടും ബൽറാം ബസുവിൻ്റെ വീടും ഏതാണ്ട് ഈ രണ്ട് നമ്മുടെ ഈ ആശ്രമവും ആ കെട്ടിടവും തമ്മിലുള്ള അകലം പോലെയാണ്. ഇവിടെ നോക്കിയാൽ അത് കാണാം. നടുക്കൂടെ ഒരു റോഡുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് കയറാം. അപ്പോൾ ബൽറാം ബസു ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനോട് പറഞ്ഞു, ഇവിടുത്തെ സത്സംഗം കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും, എനിക്ക് തിയേറ്ററിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ അതും ചെയ്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വരും. ഭഗവാൻ വൈകിട്ട് ഇവിടുത്തെ കഴിയുമ്പോൾ അവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞാൽ ഒരുപാട് ഇരുട്ടില്ലേ, ഇവിടുത്തെ കഴിയുമ്പോൾ തന്നെ സന്ധ്യയാവും, പിന്നെ ഞാൻ അവിടെ എങ്ങനെ വരും? അല്ല, അത് വന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഉടൻ തന്നെ ബൽറാം ബസുവിനോട് പറഞ്ഞു, അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇവിടെയല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്, നീ അതെല്ലാം കൂടെ എടുത്തോണ്ട് അങ്ങോട്ട് വരാം, അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. അപ്പോൾ ബൽറാം ബസുവിന് ഓക്കെ, ഞാൻ അതും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. അങ്ങനെ ഭഗവാൻ വൈകുന്നേരമായപ്പോൾ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ നേരെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടിൻ്റെ 1-ാം നിലയിലേക്ക്, അവിടെയാണ് സ്വീകരണ മുറി ഒരുക്കിയിരുന്നത്, അവിടേക്ക് ഭഗവാൻ അവിടെ ചെല്ലുക. ഭഗവാൻ അവിടെ ചെന്ന് ആ കസേരയിലോട്ട് ഇരിക്കാനായിട്ട് പോയപ്പം അവിടുത്തെ ടേബിളിൽ അന്നത്തെ വർത്തമാന പത്രം അവിടെ കിടന്നു. ഭഗവാൻ ഞെട്ടി പിറകോട്ട് മാറി. ആ പത്രം മാറ്റാം, പത്രം മുറിയിനെ മാറ്റാം എന്ന് ഭഗവാൻ പറഞ്ഞു. അതവിടെ വെക്കരുതെന്ന്. അപ്പോൾ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ 36 വർഷം എൻ്റെ ജീവിതം കെട്ടിപ്പടുത്തത് പത്രപ്രവർത്തനത്തിലൂടെയാണ്. 36 വർഷം. അപ്പോൾ ആ പത്രം ആണ് ഭഗവാൻ പറഞ്ഞത് ഇത് അടുപ്പിക്കരുത്, പത്രം വായിക്കരുതെന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ അന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാതെ പോയി. കാര്യം ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയണമെങ്കിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ പത്രം വായിക്കണ്ടേ. പത്രം വായിക്കാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു അതിൻ്റെ ധാരണയിലാണ് ഈ പത്ര വ്യവസായം തന്നെ നടക്കുന്നതും. ഞങ്ങളെപ്പോലുള്ളവർ കഴിഞ്ഞ 10-36 വർഷം അതിൽ പണിയെടുത്തത്. അതായിരുന്നു അന്നം. അത് വെച്ചുകൊണ്ട് അപ്പോൾ എനിക്കത് ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാനത് 3 പതിറ്റാണ്ടിലേറെ അതിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട്. ഭഗവാൻ പറഞ്ഞ് ഈ പത്രം ഇവിടെ വെക്കരുത്, പത്രം വായിക്കരുത്, നോക്കരുത്. അതിൻ്റെ പ്രധാന കാരണം ഭഗവാൻ പറഞ്ഞത് ആ പത്രത്തിൻ്റെ 1-ാം പേജ് മുതൽ നെഗറ്റീവ് ന്യൂസുകളാണ്. പത്രം എപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ന്യൂസ് വെച്ചിട്ടല്ല, നെഗറ്റീവ് ന്യൂസ് വെച്ചിട്ടാണ്. പോസിറ്റീവ് ന്യൂസ് വെച്ച് ഒരു പത്രത്തിനും നിലനിൽക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ രാവിലെ പത്രത്തിൻ്റെ 1-ാം പേജിൽ ഭഗവത്ഗീത ജീവിത ഉന്നമനത്തിന് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ വായിക്കും, ഒരു മനുഷ്യൻ അത് തിരിഞ്ഞു നോക്കില്ല. അതിന് പകരം കുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കുത്തിയിരുന്നാണ് വായന. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്, 5 മണിക്ക് പത്രം വന്നില്ലെങ്കിൽ ഏജൻറ്റിനോട് വഴക്കുണ്ടാക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം. കാരണം ഉണർന്ന് നോക്കുമ്പോൾ പത്രം ഉണ്ടായിരിക്കണം. 5 മണിക്ക് രാവിലെ കണ്ണു തുറന്ന് വന്ന് ഈ പത്രമെടുത്ത്
ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ചായയോ എന്താണോ ശീലം, അതും എടുത്തൊരു കയ്യിൽ പിടിച്ച് വരാന്തയിൽ ഇരുന്നിട്ട് ബലാത്സംഗ വാർത്ത വായിക്കും. വയസ്സ് 10-60 കഴിഞ്ഞു. എവിടെ ചെന്ന് അവസാനം? രാവിലെ. അപ്പം നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഒരു നെഗറ്റീവ് സ്ട്രോക്കോട് കൂടിയാണ്. ഇനി എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് അതതിനകത്ത് ഉണ്ടാവുകയില്ല. അടുത്ത് വരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ്. പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഭരണപക്ഷത്തുകാർ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിനെതിരെ. ഇങ്ങനെ നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കി. ഈ വൈകുന്നേരം 7 മണിക്കോ 7:30 കണ്ടൊരു ചർച്ചയുണ്ട്. ലോകത്ത് ഇത്രയും ഭീകരമായൊരവസ്ഥ വേറെ വന്നു ഈ ചർച്ചയിൽ. ഇവരേതാണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? ഒന്നുമല്ല. പരസ്പരം അങ്ങോട്ട് കടിച്ചു കീറുന്നത് പോലെ ഉപയോഗിക്കുന്ന വാക്കുകളും ആ ഗസ്റ്റേഴ്സും അവരുടെ ആ രീതികളും എല്ലാം ഒരു തരം യുദ്ധക്കളം സൃഷ്ടിക്കുകയാണ്. പരമാവധി യുദ്ധക്കളം സൃഷ്ടിക്കുമ്പോഴാണ് വ്യൂവേഴ്സ് ഇങ്ങനെ കുത്തിയിരുന്ന് കാണുന്നത്. ഒരു ദിവസം മുഴുവനും ഈ നെഗറ്റീവ് സ്ട്രോക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഈ ന്യൂറോൺസിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെയാണ് ഈ വരുന്ന ടെലിവിഷൻ സീരിയലുകൾ പോലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ്. ഇപ്പോൾ ഒരിക്കൽ ഈ ഇന്ത്യ മുഴുവനും രാമായണം കാണാനും അല്ലെങ്കിൽ മഹാഭാരതം കേൾക്കാനും ഒക്കെ നിരന്തരം ഇരുന്ന ദിവസങ്ങളുണ്ട്. അതുകൊണ്ടൊന്നും ഈ ലോകത്തൊരു അപകടം ആർക്കും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് വന്ന് നമ്മുടെ വീട്ടിൽ വൈകുന്നേരം മുതൽ 5, 6, 7, 250, 300, 1 വർഷം, 2 വർഷം, 3 വർഷം നീണ്ടു നിൽക്കുന്ന സീരിയലുകൾ വരുമ്പോൾ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് അവിടെ അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും കൊള്ളില്ലാത്ത കണ്ടന്റാണ്. അപ്പോൾ ഇത് കണ്ട് വളരുന്ന, ഒരിക്കൽ ഞാനൊരു ഇത് സംബന്ധിക്കുന്ന ഒരു സെമിനാറിൽ ആലപ്പുഴയിലൊരു ഇതിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പ്രായമായ അമ്മമാരും ചെറുപ്പക്കാരായ അമ്മമാരും അച്ഛന്മാർ വളരെ കുറവായിരിക്കും, എന്നാൽ അവരുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞു ഞങ്ങളെക്കാൾ കൂടുതൽ ഇവരാണ് അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരായാലും അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ടെലിവിഷൻ സീരിയൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പിറകിൽ നിങ്ങളുടെ മകൾ, പെൺകുട്ടി, വളർന്നു വരുന്ന പെൺകുട്ടിയും കൂടെ ഇത് കാണുന്നുണ്ട്. അവൾ വലുതായി വരുമ്പോൾ, വിവാഹപ്രായം എത്തുമ്പോൾ അവളുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിൽ ഇതാണ് സംഭവം. ഇന്ന് പെൺകുട്ടികളുടെ, ഇപ്പോൾ അമ്മമാർക്ക് അറിയാമായിരിക്കും, ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയാണ്, വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് പെൺകുട്ടികളോട് വിവാഹകാര്യം പറയുമ്പോൾ വളരെ ഡിമാൻഡുകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, വളരെ ഡിമാൻഡുകളാണ്. കാരണം ഇതെല്ലാം കണ്ട് അവരുടെ ബ്രെയിനിലും മനസ്സിലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആണ്. അതുകൊണ്ടാണ് അവർ ഈ ഡിമാൻഡുകൾ, അവർ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പം ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട്ടിൽ 2ാമത്തെ നിലയിലേക്ക് ചെന്ന് സ്വീകരണ മുറിയിൽ ഇരിക്കാൻ നേരത്ത് ടീപ്പോയിൽ കിടക്കുന്ന പത്രം എടുത്ത് ദൂരക്കാരൻ. ആ പത്രം മാറ്റിയതിന് ശേഷമാണ് ഭഗവാൻ അവിടെ ഇരിക്കാൻ തയ്യാറായത്. അപ്പം ഇതാണ് ഈ 1ാമത്തെ വചനാമൃതത്തിൻ്റെ വായനയിൽ ഞാൻ 1ാമത് സെലക്ട് ചെയ്യുന്ന ഈ ഒരു വാർത്ത. കാര്യം അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ? ഇത് സൃഷ്ടിക്കുന്ന പ്രഭാതത്തിൽ ആദ്യത്തെ ഉണർച്ചയോടുകൂടി നമ്മൾ സൃഷ്ടിക്കുന്ന ഈ സ്ട്രോക്ക്, ഈ ആഘാതം, ഈ ന്യൂസുകൾ നൽകുന്ന ആഘാതം നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിനെയും ഹൃദയത്തെയും ബാധിച്ച് നമ്മൾ രോഗാവസ്ഥയിൽ വരും. അപ്പോൾ ഇവിടെയാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസ് പോലെ ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോടാണ് ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തോട് ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസ് നമുക്ക് പാലിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഉണരുമ്പോൾ ഹരിനാമ കീർത്തനം വായിക്കാം. കേൾക്കുമ്പോൾ പറയുന്ന ആർക്കും ഭ്രാന്താണെന്നൊന്നും, എല്ലാവർക്കും ഭ്രാന്ത്. രാവിലെ എഴുന്നേറ്റ് ഹരിനാമ കീർത്തനം വായിക്കും. സന്ധ്യാസമയത്ത് നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാം, അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ തവണ
പറഞ്ഞു, ഞാൻ ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആഹ്ലാദിച്ച ഒരു ദിവസം കഴിഞ്ഞ ശ്രീരാമകൃഷ്ണ ഞാനിതിവിടെ പറഞ്ഞെന്ന് തോന്നുന്നു, ശ്രീരാമകൃഷ്ണ ജയന്തിയുടെ സമയത്താണ്. ഈ തൊട്ട് മുമ്പ് തീർന്ന ശ്രീരാമകൃഷ്ണ ജയന്തി ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോഴത് പറഞ്ഞെന്ന് തോന്നുന്നു. കാര്യം നെട്ടയ ആശ്രമത്തിൽ അന്നൊരു പ്രഭാഷണം ഇതേപോലെ വച്ചിരുന്നപ്പോൾ എന്നോട് സ്വാമി പറഞ്ഞു, 7 മണിയാകുമ്പോൾ ശാസ്തമംഗലത്ത് വരികയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഒരുമിച്ച് പോകാം എന്ന് മോക്ഷപ്രധാൻ സ്വാമി പറഞ്ഞു. 8 മണിയാകുമ്പോൾ വരും. ഞാൻ 7 മണിക്കേ ചെന്നു. 7 മണിക്ക് ചെന്നപ്പോൾ അവിടുത്തെ ടെമ്പിളിൽ, ശാസ്തമംഗലത്തെ ആ ടെമ്പിളിൽ മോക്ഷപ്രധാൻ സ്വാമി ഇരുന്ന് ഗീത ചൊല്ലുക കുറച്ച്. അപ്പം ഞാൻ ഗീത പഠിക്കുന്നുള്ളതുകൊണ്ട്, ഗീത ചൊല്ലുന്നുള്ളതുകൊണ്ട് ഞാനും കൂടെ ഇരുന്നുകൊണ്ട് ഗീത ചൊല്ലാൻ. ഏതെങ്കിലും ഒരു അധ്യായമായിരിക്കും എന്നും ചൊല്ലുന്നത്. ആ അധ്യായം മുഴുവൻ അന്ന് ചൊല്ലും. അതുകൂടാതെ പിന്നെയും ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് എല്ലാം ചൊല്ലും. ഇത് മുഴുവനും ചൊല്ലിക്കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കുന്ന ഓരോ ചിത്രങ്ങളിലും പ്രത്യേകമായി ചെന്ന് തൊഴുത് നമസ്കരിച്ച് ഓരോ ചിത്രവും, ആ ചുറ്റും ചുമരിലിരിക്കുന്ന എല്ലാ ചിത്രവും, കൂടാതെ ഓഫീസ് റൂമിലിരിക്കുന്ന എല്ലാ ചിത്രവും, ഈ എല്ലാ ചിത്രങ്ങളിലും തൊട്ട് ഇങ്ങനെ തൊഴുത് ഏതാണ്ട് 1.5 മണിക്കൂർ അവിടെ അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഇത്രയും ആനന്ദം അനുഭവിച്ചൊരു ദിവസം വേറെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് എന്നും സാധ്യമായിട്ടില്ല, ഇതെന്നും സാധ്യമാകണ്ട. ഞാൻ അതുകൊണ്ട് ഇതെന്നും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ അങ്ങ് സ്വീകരിച്ചു. ഈ ഒരു സിസ്റ്റം ഞാനിപ്പോൾ മുടക്കാതെ സ്വീകരിച്ചു. എന്നും ഞാനും ഇതൊക്കെ അങ്ങ് സ്വീകരിക്കും. അപ്പോൾ എന്തൊരു സുഖം! കാര്യം നമ്മൾ ആ ദിവസം അതോടുകൂടി എനർജൈസ് ചെയ്തിരിക്കുകയാണ്, കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇത്രയും സന്തോഷകരമായ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ ശ്രീരാമകൃഷ്ണ ജയന്തിയുടെ അന്ന് ഹസ്തമംഗലത്ത് നിന്ന് കിട്ടി. അപ്പം ഇത്രയും താമസം വന്നു എനിക്കത് കിട്ടാൻ. വളരെ ലേറ്റാണ് ആ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പും ഗീത വായിക്കുന്നുണ്ട്, ഇതിനു മുമ്പും നാമം ജപിക്കുന്നുണ്ട്, ഇതിനു മുമ്പും സത്സംഗങ്ങളിൽ. പക്ഷെ പർട്ടിക്കുലർ ടൈമിൽ കിട്ടിയ ഒരു എനർജിയായി, പർട്ടിക്കുലർ ടൈമിൽ കിട്ടിയ ഒരു എനർജിയാണ്. ആ എനർജി ഭയങ്കര എനർജിയായി മാറി. അതുകൊണ്ടാണ് ഓരോ സത്സംഗങ്ങളിലും നമ്മൾ സജീവമായി പങ്കെടുക്കണമെന്ന് പറയുന്നത്. കാര്യം ഏതൊരു സത്സംഗമാണ് നമ്മളെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ സത്സംഗമായിരിക്കില്ല, ചിലപ്പോൾ അടുത്ത സത്സംഗമായിരിക്കും, അടുത്ത മാസത്തെ സത്സംഗമായിരിക്കും. അതുപോലെ പറയുന്ന ആളെ സംബന്ധിച്ച് ഈ വ്യത്യാസം വരും. ഒരുപക്ഷെ ഇന്ന് പറയുന്നതിൻ്റെ ആ ഒരു എനർജി ആയിരിക്കില്ല അടുത്ത തവണ പറയുന്നത്, വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇത് കേൾക്കുന്ന ആളും പറയുന്ന ആളും കൂടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം എന്ന് പറയുന്ന ആ സത്സംഗം, അത് മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഇതെല്ലാം വായിക്കുകയും ഇതെല്ലാം സ്ഥിരം കണ്ടിന്യൂ ചെയ്യും, ഇതൊക്കെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞ ശ്രീരാമകൃഷ്ണ ജയന്തി ഗുണം ചെയ്തു, അതിനു മുമ്പുള്ള ഒരു ശ്രീരാമകൃഷ്ണ ജയന്തി എനിക്ക് ഗുണം ചെയ്തില്ല എന്ന് വേണ്ടി പറയേണ്ടി വരും. കാര്യം ഈ അനുഭവം എനിക്ക് മുമ്പുണ്ടായില്ല, ഈ ഒരു അനുഭവം എനിക്ക് മുമ്പുണ്ടായില്ല. എന്നാൽ എല്ലാ ശ്രീരാമകൃഷ്ണ ജയന്തിക്കും ഏതെങ്കിലും ആശ്രമത്തിൽ ഞാൻ പോകുന്നുണ്ട്, പക്ഷേ ഈ അനുഭവം വന്നില്ല. ഇത് വളരെ പേഴ്സണലി കിട്ടിയൊരു അനുഭവമാണ്, വളരെ പേഴ്സണലായിട്ട് കിട്ടിയൊരു അനുഭവം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അപ്പോൾ ഈ പത്രം എന്നുള്ള ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ് പത്രം അപ്പോൾ നമ്മുടെ ഒരു ശീലമാണ് അവിടെ ഉപേക്ഷിക്കപ്പെട്ടത്. ഞാൻ പത്രം ഉപേക്ഷിക്കണമെന്നല്ല പ്രത്യേകിച്ച് പറയുന്നത്, നാളെ പോലെ എല്ലാവരും പത്രം വായന നിർത്തണം അല്ലെങ്കിൽ പത്രം വരുത്തരുത് എന്നല്ല പറഞ്ഞത്. നമ്മുടെ ഒരു ശീലം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതാണ് നമ്മുടെ സ്പിരിച്വൽ ഡിസ്റ്റൻസിൻ്റെ ഒരു ഭാഗം. നമ്മൾ അനുവർത്തിച്ചു വരുന്ന ശീലങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം, അത് സ്പിരിച്വൽ ഡിസ്റ്റൻസാണ്. കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ശീലമുള്ളപ്പോൾ രാവിലെ പത്രം കണ്ടില്ലെങ്കിൽ പ്രാഥമിക കർമ്മം വരെ നിന്നു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ളവരില്ലേ? അങ്ങനെയുള്ളവരുണ്ട്. അയ്യോ പത്രം കണ്ടില്ല, അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ഒരു ചടങ്ങും നടന്നില്ല. പക്ഷെ പത്രം ഇതുമായിട്ട് എന്ത് ബന്ധം? ബ്രെയിനെ കണ്ടീഷൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സാധനമായിട്ട്. കാരണം ഇതിൻ്റെ ഒരു 5 പേജ് വായിച്ചിട്ട് വേണം പോകാൻ അടുത്ത ഇതിലേക്ക്. അപ്പോൾ ഈ കണ്ടീഷനിങ്ങിൽ നിന്ന് ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസിലൂടെ നമ്മൾ ഈ കണ്ടീഷനിങ് ഡിറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മൾ ബ്രെയിൻ കുറെ കൂടെ റിഫ്രഷ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും.
ഇപ്പം ചിലരില്ലേ, ഞാൻ മുറുക്കങ്ങ് നിർത്തി, പിന്നെ പുകവലി തുടരുന്നുണ്ട്, അല്ലെങ്കിൽ പുകവലി നിർത്തിയിട്ട് മുറുക്ക്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. പുകവലി നിർത്തിയിട്ട് മുറുക്ക് തുടങ്ങും. ഒരു മാസം കഴിയുമ്പോൾ മുറുക്കും പുകവലിയും കൂടിയാണ് പിന്നെ ഒന്നിച്ചാണ് പോകുന്നത്. അല്ല, അങ്ങനൊരു കലാപരിപാടിയുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പം ഈ വായന നമ്മൾ രാവിലെ 5 മണിക്ക് വായിക്കണം എന്നുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ കണ്ടീഷൻ, അത് ഏത് വായനയിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിജയം. അതാണ് ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഒരു ഭാഗം. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അവിടെ നടന്ന ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ അതിൽ ഭഗവാൻ പറഞ്ഞ വാക്ക് നോക്കുക. അതിനകത്ത് ഭഗവാൻ പറഞ്ഞ് നേരിട്ടു, പരദൂഷണവും പരാപവാദങ്ങളും മാത്രമാണ് അതിലുള്ളത്. ഭഗവാൻ പറഞ്ഞ വാക്കാണ് ഇത്, ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ്. പ്രധാനമായും പരദൂഷണവും പരാപവാദങ്ങളും. ശരിയല്ലേ? വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇന്ന് പോയെന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഈ പരദൂഷണം പരാപവാദം ഇത് രണ്ടും ഉള്ളത് വെട്ടിക്കഴിഞ്ഞാൽ പത്രം മുഴുവൻ വെട്ടേണ്ടി വരും. പിന്നെ ബാക്കി നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വായിക്കുക? അതാണ് അതിനകത്ത്. ഭഗവാൻ അത് വ്യക്തമായി ആ വാക്ക് ഇത് 1885 പറയുന്ന കാര്യമാണ് പറയുന്നത്. വർഷം എത്ര പിന്മാറിയിട്ടും പത്രത്തിന് മാറ്റം വന്നില്ല ഇതുവരെ. മീഡിയ എന്നുള്ളൊരു സങ്കല്പത്തിന് മാറ്റം വന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, പരദൂഷണവും പരാപവാദങ്ങളുമാണ് ഇതിൽ മുഴുവൻ നിൽക്കുന്നത്. അതാണ് ഞാനിത് പറയാൻ കാരണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഭാഗം പറയുന്നത്. അടുത്ത ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത്, നിത്യഗോപാലൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ അപ്പോൾ അവിടെ കയറി വരും. വേറൊരു അവസരത്തിലാണ് ഇതല്ല. നിത്യഗോപാലൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ ഭഗവാനെ കാണാൻ വരും. വന്നിട്ട് അപ്പോൾ ഭഗവാൻ ഈ നിത്യഗോപാലനോട് ചോദിച്ചു, ഈയിടെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ നിത്യഗോപാലൻ പറഞ്ഞു, ദക്ഷിണേശ്വരത്ത് വരാൻ സാധിക്കാറില്ല, കാരണം ശരീരസുഖം ഉണ്ടായിരുന്നില്ല, മേലൊക്കെ ഭയങ്കര വേദന. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതായത് ഇത് സംഭവിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആശ്രമത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു സത്സംഗത്തിലോ പോകാൻ പറ്റാത്തത്? എന്താണ് പ്രധാനമായ തടസ്സം? ഈ നിത്യഗോപാലൻ പറഞ്ഞ മേലുവേദനയോ അല്ലെങ്കിൽ ശരീര അസുഖമൊന്നുമല്ല. ഭഗവാൻ അത് ക്ലിയറായി പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? നാലാം ഞായറാഴ്ച അബ്ദുൽ സ്വാമി പറഞ്ഞിട്ടുണ്ട്, രാവിലെ 9 മണിയാകുമ്പോൾ പള്ളിക്കോട് ആശ്രമത്തിൽ നമുക്ക് വരണം. അങ്ങനെ വരാൻ പറ്റാതെ വരുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഭഗവാൻ പറഞ്ഞു. ഈ കാരണം തന്നെയാണ് വരാതിരിക്കുന്നതിൻ്റെയും കാരണം. ആരും തർക്കിക്കണ്ട. ഒന്ന്, കൂടെ സഹവസിക്കുന്നവർ അല്ലേ? നമ്മളിവിടെ വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ശരീരസുഖമൊന്നുമല്ല, കൂടെ സഹവസിക്കുന്നവർ ആണ്. സത്യമല്ല? കൂടെ ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, അല്ലെങ്കിൽ കൊച്ചുമക്കളാകാം, ആരുമാകാം. കൂടെ സഹവസിക്കുന്നവരാണ് ഇതിന് വിഘാതമായി നിൽക്കുന്ന ആദ്യത്തെ ആൾ. ഇത് വെറുതെ കുറ്റം പറയാൻ പറയും, ഇത് സത്യമാണ്. ഇതാണ് സത്യം. ഇത് എൻ്റെ വാക്കല്ല, ഭഗവാന്റെ വാക്കാണ്. ഇത് സത്യവുമാണ്. നമ്മൾ സ്വയം ഒരു ആത്മവിമർശനത്തോടെ ചിന്തിച്ചാൽ കറക്റ്റായിരിക്കും. ബന്ധപ്പെടുന്നവർ, നമ്മളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ ശാരീരിക അസ്വാസ്ഥ്യത്തിന് കാരണമായി തീരും. അല്ലാതെ രോഗമല്ല കാര്യം. നമ്മൾ ഈ പാവപ്പെട്ട ശരീരത്തെ കുറ്റം പറയരുത്. അത് വളരെ പെർഫെക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സാണ് നമ്മളെ ഇതിൽ നിന്നിങ്ങനെ അകത്തിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. നമ്മളതിനൊരു കാരണം കണ്ടുപിടിക്കും. കാരണം ആ ശാരീരിക അസ്വാസ്ഥ്യം മൂലം രോഗാവസ്ഥ രണ്ടാമതാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത് രോഗാവസ്ഥ രണ്ടാമതേ ഉള്ളൂ. ഒരു അസുഖം മൂലം, അല്ലെങ്കിൽ നമ്മളൊരു വീണ് പരിക്കേറ്റത് കൊണ്ടോ കാലിന് എന്തെങ്കിലും ഒടിവ് പറ്റിയതോ അല്ലെങ്കിൽ പനി ബാധിച്ചതോ, ഇതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. ഫസ്റ്റ് ഇത് വരുന്നത്
ഈ നേരത്തെ പറഞ്ഞ ഒന്ന് കൂടെ സഹവസിക്കുന്നവരും അല്ലെങ്കിൽ നിരന്തരം ബന്ധപ്പെടുന്നവരുമായ ആളുകൾ തന്നെയാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് പോകേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്താണ് സത്സംഗം. നമുക്ക് പോകാൻ നമ്മൾ ഉടൻ തന്നെ ഒരു ചിന്തയിലേക്ക് വരും, അതിന് പോകണോ അതോ സത്സംഗത്തിന് പോകണം. അപ്പോൾ അടുത്ത നമ്മുടെ ചിന്ത, അതിന് പോയില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും. അപ്പം നമുക്കൊരു ഭയം, അതൊരു മോശം, അയാളോട് തെറ്റല്ലേ, അല്ലെ അയാൾ നമ്മളുമായിട്ട് ഇത്രയും എന്തെല്ലാം കാര്യത്തിന് എന്നോട് സഹകരിച്ച ഒരാളാണ്, അയാളുടെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പോകണ്ടേ. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റാണ് നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നത്. അയാൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നില്ലെങ്കിലും ആ ചടങ്ങ് അവിടെ കൃത്യമായിട്ട് നടക്കും. നിങ്ങളുടെ പ്രസൻസ് അവിടെ ആവശ്യമേ ഇല്ല. യഥാർത്ഥത്തിൽ വന്നാൽ അയാളൊന്ന് ചിരിച്ച് നിങ്ങളെ സ്വീകരിക്കും, നിങ്ങളുടെ ഒരു ചായ തരും. അതുകൊണ്ട് ഇനിയുള്ള തുടർന്ന സമയം മുഴുവൻ നിങ്ങളുമായിട്ട് അയാൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് ചിന്തിക്കുന്നതേ തെറ്റ്. അത് തെറ്റാണ്. പക്ഷെ നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തിയത് നിങ്ങളെയാണ്. നിങ്ങളെ അവിടെ നഷ്ടപ്പെടുത്തിക്കണം. നിങ്ങളുടെ ഇന്നർ കോൺഷ്യസിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കണം. അപ്പം അപകടം സംഭവിക്കുന്നത് അതാണ്. ഇതാണ് നിത്യഗോപാലിനോട് പറഞ്ഞത്. ഇതൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ്. കാരണം എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തൽക്കാലം മാറ്റി വെക്കണം. നമ്മൾ ഒരാളെ, ഇപ്പം ഞാൻ സന്തോഷിനെ നാളെ കണ്ടു പരിചയപ്പെട്ടു, സന്തോഷിൻ്റെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ സന്തോഷം എന്ത് വിചാരിക്കുന്നത് എൻ്റെ പ്രശ്നമേ അല്ല. എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷെ സ്നേഹവും ആ അടുപ്പവും സന്തോഷമായിട്ടുണ്ട്. അത് അയാൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കത് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു എബവ് 60-ലേക്കുള്ളവരുടെ കാര്യം പറഞ്ഞു. നമുക്ക് കൂടി വന്നാൽ ഇനി മിനിമം കുറച്ച് സമയമേ ഉള്ളൂ. അത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അരമണിക്കൂർ 3/4 മണിക്കൂർ വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ല. ഈ സാധനം ആയ കാലത്ത് നമ്മൾ കുറേ ഓടിയതല്ലേ, എന്നിട്ടെന്തായി? അപ്പോൾ ഇനിയെങ്കിലും ഈ സോഷ്യൽ ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് പ്രധാനം. ഇനി മറ്റൊന്ന് ഭഗവാൻ അപ്പോൾ പറഞ്ഞത്, നിത്യഗോപാലിനോട് പറഞ്ഞത്, അത്തരമൊരു സാഹചര്യം വരുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു ഡലിമയിൽ നമ്മൾ ചെന്ന് പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ്, നമ്മുടെ മനസ്സിനെ ഒരു 2 അടി താഴോട്ട് കൊണ്ടുവരാൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തോ ഒരു ഭയത്തിൻ്റെ പുറത്തോ നമ്മൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബാധ്യതയുടെ പുറത്തോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത്. അല്ലാതെ നമുക്ക് പൂർണ്ണ ഇഷ്ടം കൊണ്ട് ഒന്നായിരിക്കണമെന്നില്ല. ഒരു ബാധ്യതയുടെ പുറത്തോ നമ്മൾ ഒരിടത്തേക്ക് പോകാൻ തീരുമാനിക്കുന്ന ആ സാഹചര്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സത്സംഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ഘടകമാണ് വരുന്നതെങ്കിൽ 2 അടി താഴോട്ടൊന്ന് ഇറങ്ങി ചിന്തിക്കാം. ഒന്ന് സ്വസ്ഥമാകാൻ. നമ്മൾ ആ ടെമ്പർമെൻറ്റിൽ നിൽക്കാതെ ഒരു 2 അടി താഴോട്ട് ഇറങ്ങി. അപ്പം നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ആലോചനയിൽ നമ്മളൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, അയാളെ നാളെ സന്തോഷിനെ ഞാൻ നാളെ കാണുമ്പോൾ കാര്യം പറയാം. പക്ഷേ ഇന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് അബ്ദുൽ സ്വാമി പറഞ്ഞതും അല്ലെങ്കിൽ തൽപുരുഷാനന്ദ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഇനി എനിക്കൊരിക്കലും കിട്ടില്ല. ഇനി വേറൊരു അവസരത്തിൽ ഇത് കിട്ടില്ല. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി തീരുമാനം. അത് എനിക്കുണ്ടാകുന്നൊരു പേഴ്സണൽ നഷ്ടമാണ്. പക്ഷെ സന്തോഷിനോടുള്ളത് ഞാൻ പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്. ഇത് പരിഹരിക്കാൻ പറ്റില്ല. ഈ സത്സംഗത്തിൽ വരുന്നവരൊന്നും പിന്നീട് പരിഹാരമേ ഇല്ല. ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് മാറിയാൽ അതൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. ആ അനുഭവം നിങ്ങൾക്ക് നാളെ പോയതുകൊണ്ട് ഉണ്ടാകാനേ പോകുന്നില്ല. ഇന്ന് തന്നെയാണ് അത് കിട്ടുള്ളൂ. കാര്യം മനസ്സ് നിങ്ങളോട് പറഞ്ഞു വാ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിനെ പിടിച്ചു മാറ്റി. അതുകൊണ്ടാണ് ഭാഗം പറഞ്ഞത് 2 അടി താഴോട്ട് ഇറങ്ങി ഒന്ന് നിൽക്കാൻ. ആ മനസ്സ് പറയുന്നത് ഒന്ന് കേൾക്ക്, എന്നിട്ട് 2 അടി താഴോട്ടൊന്ന് ഇറങ്ങി, എന്നിട്ടൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കുക, ക്ഷേത്രത്തിലേക്ക് പോകണോ അതോ വിവാഹ സൽക്കാരത്തിന് പോകണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതാണ് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നിത്യഗോപാലൻ പറഞ്ഞ്, ഈ ആളുകളുടെ സമ്പർക്കം എനിക്ക് തീരെ പിടിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഈ സമ്പർക്കം, ഈ കെട്ടുപാടുകൾ, ഈ ഒരു ബന്ധനം
എന്നെ വല്ലാതെ ഒലച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സ്വതന്ത്രമാകാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സും ശരീരത്തെ എനിക്ക് സ്വതന്ത്രമാക്കാൻ പറ്റുന്നില്ല, ഒലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഭഗവാൻ ഈ നിത്യഗോപാലൻ അപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും ഒരു കാര്യം പറയുന്നത്, ആരോ എന്തൊക്കെയോ പറയും എന്നുള്ളൊരു ഭയം. ശരിയല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുന്നത് മറ്റാരോ എന്തോ ആരെയോ ഭയപ്പെട്ടിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ ഇങ്ങനെ ധരിച്ചാലോ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞാലോ, അല്ലെങ്കിൽ അത് എൻ്റെ നേരെ ഇന്ന രീതിയിൽ തിരിച്ചടിച്ചാലോ, എന്തിന് ഞാനായിട്ട് അതിനൊരു വടി വെക്കണം? അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നന്മയുണ്ടെങ്കിൽ അതെങ്കിലും മാറ്റിവെച്ച് ആ ആളുടെ ഒരു ഇംഗിതത്തിന് വശംവദനാകാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഓരോ മൂവ്മെൻറ്റും നിശ്ചയിക്കപ്പെടുന്നത്. ഇതാണ് ആ ഭയമാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിത്യഗോപാലൻ പറയുക. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, നിത്യഗോപാലൻ താമസിക്കുന്നത് താരകൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാണ്. താരകൻ, നിത്യഗോപാലനും താരകനും ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ താരകൻ ഈ പറഞ്ഞ അപ്പോൾ ഭഗവാൻ അന്വേഷിക്കുന്നുണ്ട് താരകൻ. താരകനെ കുറിച്ച് അയാളോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല, അയാളുടെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കാര്യം ഞാൻ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണെന്നേ ഉള്ളൂ. പക്ഷേ നിത്യഗോപാലൻ ഒരിക്കൽ പോലും ഈ ലൗകികമായ ബന്ധനത്തിൽ നിന്ന് ഇത്രയും ഉപദേശം കേട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല. അയാൾ പഴയ പോലെ തന്നെയായി. പക്ഷെ താരകൻ രക്ഷപ്പെട്ടു. അങ്ങനെ താരകനെ നമ്മളെല്ലാവരും അറിയും, ശിവാനന്ദ സ്വാമി, താരക് സർ. അത് ഭഗവാന്റെ ഡയറക്റ്റ് ഡിസേപ്പിളായി മാറി. താരകൻ ഇത് പ്രവർത്തനത്തിൽ കൊണ്ടുപോകും. നിത്യഗോപാലൻ പറയുന്നതാണ് താരകൻ കേൾക്കുന്നത്. കേട്ട താരകനിലുണ്ടായ മാറ്റം ഗംഭീരമായി. താരകൻ ഭഗവാന്റെ ഡയറക്റ്റ് ഡിസേപ്പിളായി മാറി. ശ്രീരാമകൃഷ്ണ ഓർഡറിൻ്റെ ജനറൽ സെക്രട്ടറി വരെ ആയിത്തീർന്ന ആ മുഴുവൻ ഈ സംഘത്തെ മുഴുവൻ നയിച്ച പ്രഗത്ഭനായ ഒരു സന്യാസിയായിട്ടാണ് മാറുന്നത് ശിവാനന്ദ സ്വാമി. അപ്പം അതാണ് ആ ചേഞ്ച് വന്നത്. ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോൾ ഒരാളിലുണ്ടായ മാറ്റം. നേരത്തെ ഇവിടെ ആരോ നമ്മുടെ ആരാ ഉദാഹരണം പറഞ്ഞതെന്ന് എനിക്ക് കേട്ടതാണ്. അത് രണ്ടുപേര് അത്തലവൻ സ്വാമി പറഞ്ഞാണ്. ഒരാൾ ഡിക്ഷണറിയും മറ്റേ ആൾ ഇത് ഹരിനാമകീർത്തനവും പഠിച്ചു എന്ന് പറയുന്ന. അവസാനം ഡിക്ഷണറി പഠിച്ച ആളാണ് യഥാർത്ഥത്തിൽ ആ സ്പിരിച്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയത് ഡിക്ഷണറി പഠിച്ച ആൾക്കാണ്, ഹരിനാമകീർത്തനം പഠിച്ച ആൾക്കല്ലായിരുന്നു. ഇതാണ് നിത്യഗോപാലൻ നിത്യവും ഭഗവാന്റെ അടുത്ത് തന്നെയാണ് വന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രയോജനമുണ്ടായത് താരകനാണ്. അതാണ് ഈ ഒരു ഭാഗം അതിനകത്ത് പറയുന്നത്. ഇനി മറ്റൊന്ന്, പിന്നെ ഒന്ന് നമ്മൾ പറയുന്നത്, ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നൊരു തോന്നലുണ്ട്. കാര്യം നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബന്ധങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് എന്തും സഹിച്ചു നമ്മൾ എന്ത് സഹിച്ചായാലും ഈ നമ്മുടെ ബന്ധങ്ങൾ, അത് ആരുമായിട്ടുള്ളതാകട്ടെ, സുഹൃത്തെന്ന് മാത്രമല്ല, ഒരു വീട്ടിലാണെങ്കിൽ മക്കളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടുള്ള ഈ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ആ ഭയമാണ് നമ്മളെ, ഞാനിങ്ങനെ ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസ്, ഇപ്പം ഇന്ന് മുതൽ ഞാൻ പോയൊരു സ്പിരിച്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമെന്ന്. ഇയാൾ അവിടെ പോയിരുന്നു, ഇയാൾക്ക് അതല്ലേ പ്രധാനം, അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയിരുന്നു, അവിടെ സഹായം കിട്ടും എന്ന് സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്കിതൊക്കെ വേണ്ടേ? നമ്മളെങ്ങനെ രക്ഷപ്പെടും? അല്ലെങ്കിൽ അതൊരു ഭയമാണ്. ഇത് എങ്ങനെയാണ് നമ്മളൊരു സ്പിരിച്വൽ ഡിസ്റ്റൻസ്? അതായത് ശ്രീരാമകൃഷ്ണദേവൻ ഇത്രയുള്ളൂ. അത് ഞാനിവിടെ വളരെ ചുരുക്കിയത് പറയാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് തോതാപുരി എന്ന് പറയുന്നൊരു അവധൂത സന്യാസിയാണ്. അപ്പോൾ തോതാപുരി കൊണ്ടു നടക്കുന്ന ഒരു ലോഹപ്രതിമയുണ്ട്, ശ്രീരാമൻ്റെ ലോഹപ്രതിമയാണ്. ഇന്ന് നമുക്ക് ആ രാംലാല എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ശ്രീരാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് രാംലാലയുടെ വിഗ്രഹമാണ്. ബാലനായ കുട്ടിയായ ശ്രീരാമൻ.
ഈ കുട്ടിയായ ശ്രീരാമൻ്റെ ഒരു വിഗ്രഹവും ഈ തോതാപുരിയുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ തോതാപുരിയുടെ കൂടിയിരിക്കുന്ന ഈ രാംലാല ലൈവായി പ്രവർത്തിക്കുന്നതാണ്. കുട്ടിയായിട്ട് കൂടെ ഓടി നടന്നും കളിച്ചും ബഹളം ഉണ്ടാക്കിയും ലോകാരിയായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ നടക്കുന്ന വളരെ ആക്റ്റീവ് മെമ്പറാണ്. അതൊരു ശില്പമല്ല ശരിക്കും, അത് ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്, വികൃതിയായൊരു കുട്ടിയാണ്, എപ്പോഴും ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തോതാപുരി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് പതുക്കെ കണക്ഷനായി. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തായി കളി കൊണ്ടുവരും. അങ്ങനെ തോതാപുരി പോകാൻ നേരമായപ്പോൾ അവിടെ വിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 11 മാസം ആദ്യമായിട്ടാണ് ഒരു അവധൂതൻ ഒരു 4 ദിവസം അതിൽ കൂടുതൽ ഒരിടത്ത് 3 മാസം അല്ലെ 3 ദിവസം 3 ദിവസത്തിൽ കൂടുതൽ ഒരു അവധൂതൻ ഒരിടത്ത് തങ്ങാൻ പാടില്ല എന്നാണ് നിയമം. തോതാപുരി 11 മാസമാണ് അവിടെ തങ്ങിയത് ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ. അപ്പോൾ 11 മാസം ഈ കുട്ടിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ശ്രീരാമകൃഷ്ണദേവൻ ഈ കുട്ടിയെ വിടാൻ വയ്യ. അവസാനം തോതാപുരി രാംലാലയെ ശ്രീരാമകൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് പോവുകയായിരുന്നു. ഈ രാംലാലയുടെ എപ്പോഴും ഈ രാംലാലയും കൊണ്ട് ഈ നടക്കുകയും രാംലാലയുമായിട്ടുള്ള ആ ഒരു കളികളും ചിരികളുമായിട്ട് നടക്കും. ഇവിടെ ഈ പറയുന്ന ഇതൊരു വിഗ്രഹമാണ്. അപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നമുക്ക് ഈ ഒരു രാംലാലയെ നമുക്ക് സജീവമായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുനിർത്താം. ഉണ്ണികൃഷ്ണനെ നമുക്ക് കൂടെ കൊണ്ടു നിർത്താം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണോ എന്ന് അത് ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ടെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ ഈ വീട്ടിൽ വച്ചിരിക്കുന്ന ഈശ്വരന്മാരുടെ ചിത്രങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഒറ്റപ്പെടുമോ എന്നാണ് നമ്മൾ പേടിക്കുന്നത്. വീട്ടിൽ മുഴുവൻ നിരത്തി വച്ചിരിക്കുക സകല ദൈവങ്ങളുടെയും പടം. എന്നിട്ട് പേടി മുഴുവൻ, അയ്യോ ഞാൻ ഈ വയസ്സുകാലത്ത് എന്നെ ഒറ്റപ്പെടുമോ, എന്നെ ആര് നോക്കും, എൻ്റെ മക്കൾ നോക്കൂ. നമ്മൾ ഭയപ്പെട്ടാണ് കഴിയുന്നത്. ഈ ഇരിക്കുന്ന മുഴുവൻ ചിത്രങ്ങളും അതിനേക്കാൾ ശക്തിയുണ്ടോ വേറെ ഏതെങ്കിലും ഒന്നിന്? അപ്പം ഇതാണ് ഇവിടെ കാണിച്ചത്, ശ്രീരാമകൃഷ്ണദേവൻ കാണിച്ചത്. അപ്പം നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ നമ്മൾ മറ്റുള്ളവരോടുള്ള അകൽച്ച പാലിക്കുന്നത് നമ്മൾ ഇതിനോട് അടുക്കുമ്പോഴാണ്. 100% നമ്മുടെ രക്ഷയ്ക്ക് ഈ രൂപഘടനകളെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അത് അനുഭവസ്ഥരാണ്. ഭഗവാൻ അത് അനുഭവത്തിലൂടെ വ്യക്തമാക്കി തന്നത്. കാളിമാതാവ് കൂടെ നിന്നാണ് ഭഗവാന്റെ കൂടെ നിൽക്കുന്നത്. അതെല്ലാം നമുക്കും അനുഭവിക്കാൻ പറ്റും. നമുക്കെന്താ നമുക്ക് പക്ഷെ വിശ്വാസമില്ല. നമുക്ക് വിശ്വാസം എവിടെയാണ്? ഇപ്പം ഈ എൻ്റെ മോൻ എന്നെ രക്ഷിക്കൂ, എൻ്റെ മോൾ എന്നെ രക്ഷിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ നോക്കൂ, എൻ്റെ ഭാര്യ എന്നെ നോക്കൂ. ഇതാണ് ആകെ പ്രശ്നം. അല്ലെങ്കിൽ അയൽക്കാരൻ നമ്മളെ നോക്കൂ. ഈ വച്ചിരിക്കുന്ന ഒന്നിനോടും നമുക്ക് വിശ്വാസമില്ല. എന്നിട്ട് എന്നും വരികയും ചെയ്യും. ക്ഷേത്രത്തിൽ വന്ന് ഉള്ള വഴിപാട് മുഴുവൻ കഴിക്കും. വിശ്വാസമില്ല. ഈ ഇരിക്കുന്ന വിഗ്രഹം നാളെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഡയറ്റിയെ നമ്മൾ നമ്മുടേതാണെന്ന് സങ്കല്പിച്ച് അതിനോടൊപ്പം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ഡിസ്റ്റൻസ് പാലിക്കുന്നതിൻ്റെ വേറൊരു ഘടനയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. 100% മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പരാജയപ്പെടും. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ.